ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇവിടെ ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പോയ ബൈ ഇലക്ഷനിലൊക്കെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ആര് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നതുകൂടി കപ്പില്ലാത്തൊരു കോമ്പറ്റീഷൻ ഐറ്റം ആവുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ ഓൾ സെറ്റാണ്. തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കാര്യങ്ങളൊക്കെ സജ്ജമാണ് എന്ന് പാർട്ടി വൃത്തങ്ങൾ പലയാവർത്തി പറഞ്ഞു. MV ഗോവിന്ദൻ എന്നൊരു സൂചനകൾ നൽകുന്നുണ്ട്. എപ്പോഴാകും CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം? സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണെന്ന് അറിയിക്കുക ശ്രീജിത്ത്. ഹാഷ്മി, CPM-ന്റെ സ്ഥാനാർത്ഥികളെ 86 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ച. ഇത്തവണയും ഏതാണ്ട് അത്രയും സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രഖ്യാപനം മാത്രം മതി. ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിക്കാനുള്ള ക്രമീകരണങ്ങളും ആലോചിക്കുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുങ്ങിപ്പോകുമോ എന്നൊരു ആശങ്ക മാത്രമേ CPM-നുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും വാർത്താ സമ്മേളനത്തിലൂടെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ഇനി മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. CPI സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഇലക്ഷൻ കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ MN സ്മാരകത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് പ്രേമേശ്വരത്തിലെ മാധ്യമങ്ങളോട് സംസാരിക്കും. എല്ലാം തീരും, സന്തോഷമായിട്ട് പോകും, എല്ലാം തീരും. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു വന്നത് CPM-ന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും, CPI-യുടെ സ്ഥാനാർത്ഥികളെയും ഇന്നോ നാളെയൊക്കെയായിട്ട് പ്രഖ്യാപിക്കും. അതും സെറ്റല്ലേ? CPI സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. CPI വാർത്താ സമ്മേളനം വിളിച്ചു കഴിഞ്ഞു. അതിൻ്റെ അറിയിപ്പ് CPI-യുടെ ആസ്ഥാനമായ MN സ്മാരകത്തിൽ നിന്ന് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷനുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയുമായി സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വമാണ് മാധ്യമങ്ങളെ കാണുക. കഴിഞ്ഞ തവണ 25 സീറ്റുകളിലാണ് CPI മത്സരിച്ചത്. ഇത്തവണയും അത്രയും സീറ്റുകൾ തന്നെ മത്സരിക്കും. CPI-യുടെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് നടപടിക്രമങ്ങളൊന്നും അവർക്കും ബാക്കിയില്ല. CPI സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർണ്ണമായും സജ്ജമാണ്. പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് കമ്മീഷനുടെ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് CPI-യുടെ തീരുമാനം. CPM-ൻ്റെത് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെ, ഇന്ന് മാധ്യമ ശ്രദ്ധ പരമാവധി കിട്ടുമോ എന്നുള്ള ആശങ്ക ഉണ്ട് CPM-ന്. അതുകൊണ്ടാണ് ഇന്ന് എന്നുള്ളതിനകത്തൊരു ചെറിയ സംശയമുള്ളത്. അല്ലെങ്കിൽ നാളെ രാവിലേക്കകം പ്രഖ്യാപിക്കുമെന്നാണ് CPIM-ന്റെ ആസ്ഥാനമായ AKG സെന്ററിൽ നിന്ന് നമ്മളെ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.